എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ അൾത്താറിൽ പ്രത്യക്ഷപ്പെട്ട ലോകത്തിൻ്റെ അപൂർവമായ സ്ഥലമാണ് കൃപാസനത്തിൻ്റെ അൾത്താർ. ഓർത്തുകൊണ്ടും അമ്മയുടെ പ്രത്യക്ഷങ്ങൾ ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് മനുഷ്യരോട് അമ്മ അലിവ് തോന്നണമേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, വീട്ടിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, വൈവാഹിക ജീവിതത്തിൽ തകർച്ചയുള്ളവരുണ്ട്. കർത്താവെ, അതിനേക്കാൾ ഉപരി കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട്. എൻ്റെ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രാർത്ഥന സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, പിരിച്ചുവിടപ്പെട്ടവർ, അത് വീണ്ടും തിരിച്ചെടുക്കപ്പെടുന്നതിനും കർത്താവിൻ്റെ കരുണ അവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ട് കടങ്ങൾ കൊണ്ടും പുരയിടങ്ങൾ വിൽക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തിനാടോട് ഭീഷണിയെ നേരിടുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം ഈ പ്രാർത്ഥനയുടെ പരിധി കൊണ്ടുവരുന്നു. അവരെല്ലാം നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മമാരെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ ആഴ്ചയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആശുപത്രി കഴിയുന്ന പ്രസവത്തിന് വേണ്ടി ആശുപത്രി കഴിയുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ വിവാഹത്തിൽ ഒരുങ്ങുന്ന കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ വഴക്കുകൾ, വിദ്വേഷങ്ങൾ, പറഞ്ഞു തീർക്കാൻ പോകുന്ന ശ്രമങ്ങൾ അതെല്ലാം വിജയിച്ച സമാധാനത്തെ അവസാനിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ.